ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 24 അധ്യായം 35 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവർ വിവരിച്ചു. അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരോട് മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്നു വിറച്ചു. ഭൂതത്തെയാണ് കാണുന്നത് എന്ന് അവർ വിചാരിച്ചു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നതെന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുവിൻ. എന്നെ സ്പർശിച്ചു നോക്കുവിൻ. എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിന് ഇല്ലല്ലോ. എന്നിട്ടും അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ? ഒരു കഷ്ണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു. അവൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു. അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാ, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം. മുകളിലത്തെ സുവിശേഷ ഭാഗത്തിൽ യേശു തൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും അവരുടെ ഭയവും സംശയവും സന്തോഷവും വിശ്വാസവുമാക്കി മാറ്റുകയും ചെയ്യുന്ന അഗാധമായ നിമിഷം നാം കാണുന്നു. ഈ ഭാഗം കേവലം ഒരു സംഭവത്തിൻ്റെ ആവർത്തനമല്ല, ഇന്ന് നമ്മിൽ ഓരോരുത്തരിലും ആഴത്തിൽ പ്രതിധ്വനിക്കുന്ന പ്രത്യാശയുടെയും വീണ്ടെടുപ്പിൻ്റെയും അഗാധമായ സന്ദേശമാണിത്. അനിശ്ചിതത്വത്തിൻ്റെയും നിരാശയുടെയും നിമിഷത്തിൽ ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ രൂപം ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളാൽ നാം വലയുമ്പോഴും നഷ്ടപ്പെട്ടതും ഏകാന്തതയും അനുഭവപ്പെടുമ്പോൾ യേശു എപ്പോഴും സന്നിഹിതനാണെന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. അവൻ നമ്മുടെ മധ്യത്തിൽ നിലകൊള്ളുന്നു. സമാധാനവും നാം ഒരിക്കലും ഉപേക്ഷിക്കപ്പെടുന്നില്ല എന്ന ഉറപ്പും വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾക്ക് സമാധാനം എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ യുഗങ്ങളിലൂടെ പ്രതിധ്വനിക്കുന്നു. നമ്മുടെ ഭയങ്ങൾ ഉപേക്ഷിച്ച് അവനെ അറിയുന്നതിലൂടെ ലഭിക്കുന്ന സമാധാനം സ്വീകരിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. കൂടാതെ ഭക്ഷണത്തിനായുള്ള യേശുവിൻ്റെ അഭ്യർത്ഥനയും ശിഷ്യന്മാരുമായി തിരുവെഴുത്തുകൾ പങ്കിടുന്നതും നമ്മുമായുള്ള ആശയവിനിമയത്തിനുള്ള അവൻ്റെ ആഗ്രഹത്തെയും നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെയും വ്യക്തമാക്കുന്നു. അവൻ തിരുവെഴുത്തുകൾ മനസ്സിലാക്കാൻ നമ്മുടെ മനസ്സ് തുറക്കുന്നു. നാം അഭിമുഖീകരിക്കുന്ന ഓരോ പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളുടെ ഓരോ നിമിഷവും സ്നേഹത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും നിത്യജീവൻ്റെയും വലിയ ദിവ്യമായ ആഖ്യാനത്തിൻ്റെയും ഭാഗമാണെന്ന് വെളിപ്പെടുത്തുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യേശുവിനെ തിരിച്ചറിയാനും അപ്പം മുറിക്കുമ്പോഴും നമ്മുടെ കഥകൾ പങ്കുവയ്ക്കുമ്പോഴും നാം കണ്ടുമുട്ടുന്നവരുടെ മുഖങ്ങളിലും അവനെ കാണാനും ഈ സുവിശേഷ വിവരണം നമ്മെ ക്ഷണിക്കുന്നു. അവൻ്റെ സ്നേഹത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും സാക്ഷികളാകാനും സുവിശേഷത്തിൻ്റെ സന്തോഷം നവീകരിക്കപ്പെട്ട ചൈതന്യത്തോടെ പ്രചരിപ്പിക്കാനും അത് നമ്മെ വിളിക്കുന്നു. തുറന്ന ഹൃദയത്തോടെ
പ്രത്യാശയുടെ ദീപസ്തംഭങ്ങളായും ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ പാത്രങ്ങളായും ജീവിക്കുന്ന നമുക്ക് പുനരുത്ഥാനത്തിൻ്റെ സന്തോഷം ലോകത്തിലേക്ക് കൊണ്ടുപോകാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി.